എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത് ആദർശിനോട് അനാവശ്യം പറയുന്ന അബിയാണല്ലോ. അത് കഴിഞ്ഞ് ആദർശ് പോയതിനു ശേഷം അബി അനഘയെ കാണാനായിട്ട് റൂമിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് അനഘയോട് പറയുവാണ്, നിൻ്റെ കയ്യോ കാലോ ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടി ഞാൻ ഈ വീടിന് ചുറ്റും ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ചലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നീ ചലിക്കുകയില്ല, അതിനുള്ളതൊക്കെ ഞാൻ ചെയ്യും എന്നൊക്കെ പറയുമ്പോഴേക്കും ഇതുപോലൊരു ചതിനെയാണല്ലോ ഭഗവാനെ വീണ്ടും പോയി വിശ്വസിച്ചതെന്ന് ഓർത്തായിരിക്കാം അനഘയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. പിന്നീട് ആദർശ് നയനയോട് സംസാരിക്കുന്ന ആട്ടോ കാണിക്കുന്നത്. നയനയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞപ്പം എനിക്ക് ഒരുപാട് ആശ്വാസം കിട്ടി. അതുപോലെ നീ കാര്യങ്ങളെല്ലാം വിശ്വസിച്ച പോലെ അമ്മയും അതെല്ലാം അംഗീകരിച്ചാൽ എനിക്കൊരു മനസ്സമാധാനം ഉള്ളൂ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ദേവയാനി അങ്ങോട്ട് വരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എടാ ചന്തുമോള് നിൻ്റെ മോളാണോ? അങ്ങനെ എന്തോ അഭി പറയാൻ വന്നപ്പോഴാണ് നയന ഇടയ്ക്ക് കയറി സംസാരിച്ചത്. നീ സത്യം എന്നോട് തുറന്നു പറ, നിൻ്റെ മകളാണോ ചന്തു എന്ന് ചോദിക്കുമ്പം അമ്മ അത് എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ വിക്കി നിൽക്കുവാട്ടോ ആദർശ്. അങ്ങനെ പറഞ്ഞ് തീരുന്നതേ ആദർശിൻ്റെ കരണം തീർത്ത് ദേവേനെ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. ഏതായാലും ദേവേനെ ആദർശിനെ അവിശ്വസിക്കത്തൊന്നുമില്ലായിരിക്കും. മിക്കവാറും ഈ കാര്യം ഒളിപ്പിച്ചു വെച്ചതായിരിക്കും ദേവേനയ്ക്ക് ദേഷ്യം വന്നത്. ഏതായാലും ആദർശിൻ്റെ കരണം തീർത്തൊരെണ്ണം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതും ആരെങ്കിലും സ്വപ്നം കണ്ടതാണോ എന്നറിയില്ല. ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത്.